പാലക്കാട് എലപ്പുള്ളിയിലെ വൻകിട മദ്യനിർമ്മാണശാലയുമായി മുന്നോട്ട് പോകാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെ പാലക്കാട് ബിഷപ്പ് മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ രംഗത്ത് വന്നു. കേരളത്തെ ഒരു മദ്യ ഉപഭോഗ സംസ്ഥാനമായി മാറ്റാനാണ് ശ്രമം. സാമ്പത്തിക ഉറവിടം വറ്റി വരണ്ടു പോകുമ്പോൾ എങ്ങനെയെങ്കിലും പണമുണ്ടാക്കാം എന്ന് കരുതുന്നത് തെറ്റാണെന്നും മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ 24-നോട്. ഈ ഒരു മദ്യനിർമ്മാണശാല അതൊരു ഉചിതമായ തീരുമാനമല്ല. ആര് എത്ര നയപരമായ തീരുമാനമാണ് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ പോലും ഇതൊരു സാമൂഹിക വിപത്ത് തന്നെയാണ്. കേരളത്തെ ഒരു മദ്യ സംസ്ഥാനമായിട്ട് മാറ്റുന്ന ഒരു രീതി, നമുക്ക് സാമ്പത്തികമായ ഉറവിടങ്ങൾ വറ്റി വരണ്ടു പോകുമ്പോൾ ഏതെങ്കിലും വിധേന പണമുണ്ടാക്കാം എന്ന് ചിന്തിക്കുന്നത് അതെത്ര ഒരു പറ്റിയ മാർഗമാണെന്ന് കരുതുന്നില്ല. ഈ തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോകണമെന്നാണ് ഇവിടെയുള്ള എല്ലാ ജനങ്ങളും ആഗ്രഹിക്കുന്നത്. പാലക്കാട് നിന്ന് സമീർ ബിൻ കരീം തത്സമയം ചേരുന്നു. സമീർ, ഗുഡ് മോർണിംഗ്. സമീർ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഈ വാർത്തയുടെ? പറയൂ. എസ്കെന് ബ്രൂവറിയുമായി മുന്നോട്ട് പോകാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെ നിലവിൽ പാലക്കാട് രൂപതയാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. പാലക്കാട് ബിഷപ്പ് മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ പറയുന്നത് ഈ ബ്രൂവറിക്ക് നൽകുന്ന ഈ അനുമതി അത് എത്ര നയപരമായ തീരുമാനമാണെന്ന് പറഞ്ഞാലും അതൊരു സാമൂഹികമായ വിപത്താണ്. കേരളത്തെ മദ്യത്തിൽ മുക്കിക്കൊല്ലാൻ അല്ലെങ്കിൽ മദ്യ സംസ്ഥാനമാക്കി മാറ്റാനുള്ള രീതിയാണ് ഇത് എന്നുള്ളതാണ് ഈ ബിഷപ്പ് വ്യക്തമാക്കുന്നത്. മാത്രമല്ല പാലക്കാട് മഴ ദൗർബല്യമുള്ള ഒരു പ്രദേശമാണ്. എത്രയ്ക്ക് ചൂഷണമില്ല എന്ന് പറഞ്ഞാൽ പോലും ഈ ബ്രൂവറിയുടെ അനുമതി അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ ബിഷപ്പ് വ്യക്തമാക്കുന്നത്. ഈ സാമ്പത്തിക ഉറവിടം വരണ്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഏതെങ്കിലും വിധേന പണം ഉണ്ടാക്കാം എന്നുള്ള രീതി തന്നെ അംഗീകരിക്കാൻ കഴിയാത്തതാണ്. കേരളത്തിലെ ജനങ്ങളോടുള്ള സാമൂഹികമായിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ് പരിഗണിച്ചുകൊണ്ട് ഇതിൽ നിന്നും സർക്കാർ പിന്നോട്ട് പോകണം എന്നുള്ളതാണ് ബിഷപ്പ് ആവശ്യപ്പെടുന്നത്. ഒരു തലമുറയെ മുഴുവൻ നാശത്തിലേക്ക് കൊണ്ടുപോകുന്ന ഈ രീതിയാണ് ഈ ബ്രൂവറി എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. നല്ലൊരു ശതമാനം ജനങ്ങളും ഈ സാമൂഹ്യ വിപത്തിനെതിരെ അല്ലെങ്കിൽ വിപത്ത് അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഈ ആളുകൾക്ക് ജോലി നൽകാനാണെങ്കിൽ ഇതല്ലാതെ മറ്റു എന്തെല്ലാം മാർഗങ്ങളുണ്ട് എന്നും അദ്ദേഹം ചോദിക്കുന്നു. മാത്രമല്ല ഇത്തരം ഈ ഭവിഷ്യത്തില്ലാത്ത അല്ലെങ്കിൽ ഇത്തരം ഭവിഷ്യത്തുള്ള രീതി പരിഗണിച്ച് കൊണ്ടല്ല ജോലി നൽകേണ്ടത്, മറിച്ച് ഇത്തരം ഭവിഷ്യത്തുകൾ ഇല്ലാതെ വരുന്ന ഏതെങ്കിലും പ്രോജക്റ്റുകൾ മുൻനിർത്തിയാണ് ഈ സാധാരണക്കാർക്ക് ജോലി നൽകേണ്ടത് എന്നും ഈ ബിഷപ്പ് വ്യക്തമാക്കുന്നു. ഏതായാലും ഈ ബ്രൂവറിയുമായി ബന്ധപ്പെട്ട് സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ ഈ ബിഷപ്പ് രംഗത്ത് വരുന്നു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം പാലക്കാട് ജില്ലാ CPI എക്സിക്യൂട്ടീവിലും സമാനമായ രീതിയിൽ ബ്രൂവറിക്കെതിരെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എസ്കെൻ. ഓക്കെ, താങ്ക് യു. നമുക്കൊപ്പം ചേർന്ന സമീർ ബിൻ കരീമാണ്.